പോണോ ഇതിൽ പോണോ? ഞങ്ങൾ അങ്ങനെ ഹൈവീനെ കുറച്ച് ധൈര്യവതിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോഗ് പാർക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുക കേട്ടോ. ഈ ഡോഗ് പാർക്ക് ഫ്രീ ആണ്, ജസ്റ്റ് കാർ പാർക്ക് ചെയ്യുക, ഇവിടെ വരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ ഹേർഡിൽസ് ഉണ്ട്. ആ ഹേർഡിൽസ് ഒക്കെ അവൾ ജമ്പ് ചെയ്ത് ഇത് ചെയ്യുമ്പോഴാണ് അവളുടെ ധൈര്യം കൂടാന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ട്രീറ്റ് ഉള്ള കാരണം അവൾ ജമ്പ് ചെയ്യാനും ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകാനും റെഡിയായിരുന്നു. ട്രീറ്റ് ഇല്ലെങ്കിൽ അവൾ പോവില്ല. ട്രീറ്റാണ് അവളെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. ഇത് കണ്ട, ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതേപോലെ കറക്റ്റായിട്ടൊന്നല്ല ചെയ്ത്, എന്നാലും അവൾ ഒരുവിധം സ്മാർട്ടായിട്ട് ചെയ്തു കേട്ടോ. ഇത് കണ്ട, ചാടാനൊന്നും പറഞ്ഞാൽ അവൾ ചാടില്ല, അവൾ അപ്പുറത്തേക്കൂടെ പോവുള്ളൂ. ഇങ്ങനെ ഒരു ആന മടിച്ച്. അതേപോലെ ഈ ടണലിൻ്റെ ഉള്ളിൽ ഞാൻ ട്രീറ്റ് ഇട്ടു, അതുകൊണ്ടാണ് അവൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. അല്ലെങ്കിൽ അവൾ പോവില്ല, അപ്പുറത്തേക്കൂടെ ഓടി വരുന്നുണ്ട്. ഇനി അടുത്ത ട്രീറ്റിന് വേണ്ടി എൻ്റെ പിന്നാലെ വരികയാണ് കേട്ടോ. കണ്ട, ട്രീറ്റാണ് അവളെ ഇത് ചെയ്യുന്ന ഫോഴ്സ്. ജമ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇപ്പം ഓക്കെ ജമ്പ് ചെയ്തു. കണ്ട, നെക്സ്റ്റ് ടൈം അവൾ അതിൽ കൂടെ പോയി. വീണ്ടും ജമ്പ് ചെയ്യാൻ പറഞ്ഞു, അപ്പോൾ അവൾ ജമ്പ് ചെയ്തു, ട്രീറ്റ് കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ ദേ ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്, അതും ട്രീറ്റ് എറിഞ്ഞ കാരണം അവൾ അതിൻ്റെ മുകളിൽ കൂടെ പോയി. അല്ലെങ്കിൽ അവളെല്ലാ അപകടവും മാറി നല്ല പരന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് കൂടെ പോവുള്ളൂ. അവൾ ആരാ മോളെന്ന് അറിയോ? ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഏറ്റവും ട്രിക്കി പാർട്ട് കേട്ടോ. ഇവിടെ ഒരു സീസോ ഉണ്ട്, ആ സീസോമേക്കൂടെ അവളെ നടത്തണം. അത് നടത്താന്ന് വെച്ചപ്പോഴേക്കും വേറൊരു വലിയ പട്ടി ഓടി വന്നു. അപ്പോഴേക്കും അവൾക്ക് ടെൻഷനായി, പേടിയായി. എന്നാലും പിന്നെ ട്രീറ്റ് ഉള്ള കാരണം അവൾ വിളിച്ചാൽ വന്നു കേട്ടാ. ഈ സീസോ താഴേക്ക് പോകുന്നുള്ള കാര്യം അവൾക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ജമ്പൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ഇനി നോക്കിക്കോട്ടാ, മോൻ അവളെ സീസോയിൽ കെട്ടാനുള്ള എല്ലാ വക കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സീസോ ഇപ്പം താഴെ പോവേ. അതോടുകൂടി ഇനി അതിലെ ജന്മം കയറത്തില്ല. അവൾക്ക് നല്ല പേടിയായിട്ടാ. ഇത്രയൊക്കെ ചാടിയാൻ ഇത്രയൊന്നും ട്രീറ്റ് പോരാന്നാട്ടോ അവള് പറയുന്നത്. എന്നാലും അവള് കേറി. പക്ഷെ പിന്നെ അങ്ങോട്ടേക്ക് ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു, അവള് കേറിയില്ല. ഇനി ഇത് ഒരു ടേബിൾ ടോപ്പ് പോലെയാണ്. അതുമ്പോൾ നമ്മൾ കേറിയിട്ട് നമ്മൾ പറയുന്നതൊക്കെ അവര് ചെയ്യണം എന്നാണ്. പക്ഷെ ഇവിടെ സിറ്റ് പറഞ്ഞിട്ടും വെയിറ്റ് പറഞ്ഞിട്ടും ഒന്നും അവള് ലിസൺ ചെയ്യാൻ റെഡിയല്ല. അവൾ ആ സീസോന്ന് ഇറങ്ങിയപ്പോ തൊട്ടേ ഭയങ്കര പാനിക്കായി. അങ്ങനെ അവസാനം ഒരു വലിയ ട്രീറ്റ് കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്ത് അവളിങ്ങനെ